ഹലോ, രശ്മി ദീപു ഹിയർ. നോക്കൂ, ഒരു ബുക്ക് കിട്ടി വായിക്കാൻ. കുറേ നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. മഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചു. അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി. ഒരു സിനിമാറ്റിക് നോവലെന്ന് റൈറ്റർ ആദ്യമേ പറയുന്നുണ്ട്. ചെന്നൈയിൽ ഫിലിം കോഴ്സ് ചെയ്യാൻ വരുന്ന ശ്രീറാം എന്നൊരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. അദ്ദേഹം അവിടെ പഠിക്കാൻ വരുന്നു. അവിടെ ചെന്നൈ പട്ടണത്തിൽ താമസിക്കുന്നു. ആദ്യമായിട്ട് നാട്ടുപുറത്തു നിന്ന് വിട്ടുമാറി താമസിക്കുമ്പോൾ ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ കഥാപാത്രത്തിനുണ്ട്. പിന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന കോളേജിൽ ചെല്ലുമ്പോൾ ആനന്ദി എന്ന് പറയുന്ന റിസപ്ഷനിസ്റ്റ്, പിന്നെ ക്ലാസ്മേറ്റ്സായിട്ട് രേഷ്മ, വെൻട്രി, ആ കഥാപാത്രങ്ങൾ, പിന്നെ അവരുടെ ഫ്ലാറ്റിൽ ചെല്ലുമ്പോൾ പാട്ടി, അവരുടെ സ്നേഹബന്ധവും ആ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പും അങ്ങനെയൊക്കെ ഒരു കഥ അങ്ങനെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ആ റൈറ്റർ അത് നമുക്ക് വരച്ച് കാണിക്കുന്നുമുണ്ട്. പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള മല്ലി, പിന്നെ സമൂസ അമ്മച്ചി, ശരിക്കും പറഞ്ഞാൽ ആ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള ലേഡീസിന് മീൻസ് അവർക്ക് റാം കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, സിമ്പതിയാണോ അതോ ഒരു എമ്പതിയാണോ അതൊന്നും അറിയത്തില്ല, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് എപ്പോഴും ഒന്ന് ലാഗ് ചെയ്യുന്ന പോലെ തോന്നിയായിരുന്നു സ്റ്റോറി. ബട്ട് സ്റ്റിൽ ലാസ്റ്റ് ആനന്ദിയുടെ ആ ഒരു കഥാപാത്രമായിട്ട് ചേർന്ന ഒരു സ്നേഹബന്ധം വരികയും അതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ആങ്സൈറ്റിയൊക്കെ വരുമ്പോൾ ലാസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് പിന്നെ എന്തായെന്നറിയാനുള്ളൊരു ആകാംക്ഷ വരുന്നുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒരു റീഡർ എന്ന നിലയിൽ നമുക്ക് അത് കിട്ടുന്നുണ്ട്. ഏറെക്കുറെ അതുകൊണ്ടാണല്ലോ ഇത്രയും നല്ലൊരു ബുക്ക് വെയിറ്റ് ചെയ്ത് ഞാൻ വായിച്ചത്. കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു നോവൽ വായിക്കുന്നത്. എനിവേ, പിന്നെ ആ ലാസ്റ്റ് അനിയനെ തേടി ആനന്ദി പോകുന്നതും അതൊക്കെ നമുക്കൊരു അതിൻ്റെ ഒരു പോയിട്ട് അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ അതൊന്നും ഇതിനകത്ത് പറയുന്നില്ല, സസ്പെൻസായിട്ട് തന്നെ നിർത്തുന്നു. എന്നാലും മല്ലിയോട് ഒരു റാമിനുള്ളൊരു അറ്റാച്ച്മെൻറ്റ് അവിടെ കാണിക്കുന്നുണ്ട്, അതേസമയം ആനന്ദിയോടുമുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരിടത്ത് സ്റ്റേബിളാക്കാൻ വേണ്ടിയിട്ടാണോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മല്ലിയെ അങ്ങ് ഒഴിവാക്കി ആ ഒരു കഥാപാത്രത്തിന് അവിടെ ഒരു അവസാനം കൊടുത്തതെന്നൊരു സംശയമുണ്ട്. എനിവേ, അത് കുഴപ്പമില്ല. നല്ലൊരു കഥയ്ക്കൊരു അവസാനം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ആനന്ദിയുടെ കാര്യത്തിൽ മാത്രം ഒരു കൺഫ്യൂഷൻ ആണെങ്കിലും ബാക്കിയുള്ളവർക്കെല്ലാം ഒരു രേഷ്മയാണെങ്കിലും ഫിലിം ഫീൽഡ് കയറിയതായിട്ടും അങ്ങനെയൊക്കെ എല്ലാവർക്കും ഒരു പോസിറ്റീവ് നല്ലൊരു ഫ്യൂച്ചർ അവിടെ ഒരു കാണിക്കുന്നുണ്ട്. അതും നമുക്കും ഒരു ഇതാണ്. എനിവേ, നല്ലൊരു നോവൽ വായിച്ചു. ശ്രീ അഖിൽ പി ധർമ്മജൻ. ഗുഡ് ലക്ക്. ഇനിയും നല്ല നല്ല കഥകൾ താങ്കളുടെ തൂലികയിൽ വിരിയട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.